ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ആമിന നജുമ. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ 3 സംസ്ഥാനങ്ങളിലേക്കുള്ള സന്ദർശനം തുടരുന്നു. ഇന്ന് കർണാടകയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുത്തു. നാളെ പനാജിയിൽ ഗോവ സംസ്ഥാന രൂപീകരണ ദിനാഘോഷത്തെ ഉപരാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. ഞായറാഴ്ച വൈകുന്നേരത്തോടെ കേരളത്തിലെത്തുന്ന ഉപരാഷ്ട്രപതി കോട്ടയത്ത് ദീപിക ദിനപത്രത്തിന്റെ 140ാമത് വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കും. 16ാം കേരള നിയമസഭയിൽ ഗവർണറുടെ ആദ്യ നയപ്രഖ്യാപനം ഇന്ന് നടന്നു. ഭരണനിർവഹണം ലളിതവും വേഗമേറിയതുമാക്കുമെന്നും മതനിരപേക്ഷ മൂല്യങ്ങളെ സംരക്ഷിക്കുമെന്നും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറഞ്ഞു. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം പുറപ്പെടുവിക്കുമെന്നും ഗവർണർ വ്യക്തമാക്കി. ജൂൺ 1 മുതൽ 3 വരെ സഭയിൽ നയപ്രഖ്യാപനത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപത്തിന്മേലുള്ള ചർച്ച നടക്കും. വാഗ്ദാനങ്ങൾ പൂർണ്ണമായി പാലിക്കുമെന്നും ഇന്ദിരാ ഗ്യാരണ്ടി നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി VD സതീശൻ. കേന്ദ്ര ഏജൻസി നടത്തുന്ന അന്വേഷണത്തിൽ സംസ്ഥാന സർക്കാരിന് പങ്കില്ലെന്ന് ED റെയ്ഡ് സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് വാർത്താസമ്മേളനത്തിൽ അദ്ദേഹം മറുപടി നൽകി. അന്വേഷണ ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത് ഗുരുതര കുറ്റകൃത്യമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിന്റെ പുതിയ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറായി A. കൌശികനെ നിയമിച്ചു. സ്ഥാനമൊഴിഞ്ഞ രത്തൻ U. കേൽക്കർക്ക് പകരമായാണ് നിയമനം. ഫലപ്രഖ്യാപനത്തിന് ശേഷമുള്ള നടപടികൾക്കായി ബോർഡിന്റെ പോർട്ടൽ തിങ്കളാഴ്ച മുതൽ പ്രവർത്തനക്ഷമമാകുമെന്ന് സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ. ഉത്തരക്കടലാസുകളുടെ പരിശോധനയും പുനർമൂല്യനിർണ്ണയവും സുതാര്യവും തടസ്സരഹിതവുമായി നടത്തുമെന്നും CBSE അറിയിച്ചു. വിദ്യാർത്ഥികൾക്ക് CBSE ടെലി കൌൺസിലിംഗ് സേവനങ്ങൾക്ക് 1800118004 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിലും റിസൾട്ട് CBSE 2026@cbseshiksha.in എന്ന ഇമെയിൽ വിലാസത്തിലും ബന്ധപ്പെടാവുന്നതാണ്. കർഷകർക്ക് വിത്ത് ലഭ്യത ഉറപ്പാക്കുന്നതിനായി 1,74,000 ക്വിന്റലിന്റെ ദേശീയ വിത്ത് ശേഖരം സ്ഥാപിച്ചതായി കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ന്യൂഡൽഹിയിൽ ഖാരിഫ് കാർഷിക സമ്മേളനത്തിന്റെ 2ാം ദിവസം മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ തിങ്കളാഴ്ച തിരുവനന്തപുരത്ത് നിർവഹിക്കും. പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന ചടങ്ങിൽ വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ അധ്യക്ഷനാകും. ഈ വർഷത്തെ പ്രവേശനോത്സവ ഗാനം വിദ്യാഭ്യാസ മന്ത്രി പുറത്തിറക്കി. ശബരിമല സന്നിധാനത്തും പമ്പയിലും നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്സിന്റെ മോക്ക് ഡ്രിൽ നടന്നു. അതീവ സുരക്ഷാ മേഖലയായ ശബരിമലയിൽ ഭീകരാക്രമണമുണ്ടായാൽ നേരിടേണ്ട രീതി NSG സംഘം ആവിഷ്കരിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി S. ശ്രീധർ. കൊൽക്കത്തയിൽ നിന്നുള്ള NSG കമാൻഡോകൾ 160 പേരാണ് പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്കും തിരിച്ചും മോക്ക് ഡ്രിൽ നടത്തുന്നത്. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ SP ഉൾപ്പെടെയുള്ള പോലീസ് സേന, ആരോഗ്യ പ്രവർത്തകർ, അഗ്നിരക്ഷാ സേന തുടങ്ങി ധാരാളം വകുപ്പുകളും മോക്ക് ഡ്രില്ലിന്റെ ഭാഗമാകുന്നുണ്ട്. ശബരിമലയിൽ അടുത്തിടെയുണ്ടായ സുരക്ഷാ വീഴ്ചകളുടെ പശ്ചാത്തലത്തിൽ നടക്കുന്ന മോക്ക് ഡ്രില്ലിന് വലിയ പ്രാധാന്യമാണ് ഉള്ളത്. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന വാർത്തകൾ വസ്തുതാവിരുദ്ധമെന്ന് ക്ഷേത്രം അധികൃതർ. അധികാരികളെയോ ഭരണസമിതിയെയോ സമീപിക്കാതെ വസ്തുതാവിരുദ്ധമായ റിപ്പോർട്ട് സമർപ്പിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാൻ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടാൻ ഇന്ന് ചേർന്ന ഭരണസമിതി യോഗം തീരുമാനിച്ചു. ക്ഷേത്രത്തിൽ നിന്നും നഷ്ടപ്പെട്ടതായി പോലീസ് മേധാവിയുടെ റിപ്പോർട്ടിൽ പറയുന്ന വൈരനാമവും വിളക്കും ശ്രീകോവിലിൽ സുരക്ഷിതമാണെന്നും ഭരണസമിതി അറിയിച്ചു. വൈസ് അഡ്മിറൽ അജയ് കൊച്ചാർ ഇന്ന് നാവികസേനയുടെ 48ാമത് വൈസ് മേധാവിയായി ചുമതലയേറ്റു. 1988 ജൂലൈയിൽ ഇന്ത്യൻ നാവികസേനയിൽ നിന്ന് സേവനം ആരംഭിച്ച വൈസ് അഡ്മിറൽ അജയ് കൊച്ചാർ പൂനെയിലെ പ്രശസ്തമായ നാഷണൽ ഡിഫൻസ് അക്കാദമിയിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. സംസ്ഥാനത്ത് സമ്പൂർണ്ണ ശുചിത്വം ലക്ഷ്യമിട്ട് ആരോഗ്യവകുപ്പ് സംഘടിപ്പിക്കുന്ന ജനകീയ ശുചീകരണ പ്രവർത്തന യജ്ഞം ആരോഗ്യമന്ത്രി K. മുരളീധരൻ നാളെ ഉദ്ഘാടനം ചെയ്യും. തുടക്കം എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന ക്യാമ്പയിനിൽ മാലിന്യ നിർമ്മാർജ്ജനം കാര്യക്ഷമമാക്കുക, രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുക തുടങ്ങിയവയാണ് ലക്ഷ്യമിടുന്നത്. കേരളത്തിൽ മഴ ശക്തമാകുന്നു. ജൂൺ 2 വരെ കേരളത്തിലും മാഹിയിലും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൊച്ചി നഗരസഭയുടെ സുസ്ഥിര വികസനവും അടിസ്ഥാന സൌകര്യങ്ങളും ലക്ഷ്യമിട്ടുള്ള 9 മുൻഗണനാ പദ്ധതികളുടെ പ്രപ്പോസൽ മുഖ്യമന്ത്രിക്ക് കൈമാറി. ഹൈബി ഈഡൻ MPയുടെ സാന്നിധ്യത്തിൽ നഗരസഭാ പ്രതിനിധി സംഘമാണ് മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് നിവേദനം സമർപ്പിച്ചത്. ഗതാഗത കുരുക്ക്, കുടിവെള്ളക്ഷാമം, മാലിന്യ പ്രതിസന്ധി തുടങ്ങിയ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയാണ് ലക്ഷ്യം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.